ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഡയറക്റ്റഡ് ബൈ അരുൺ വർമ്മ, നമ്മുടെ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. ബോബി ആൻഡ് സഞ്ജയ് റിട്ടൺ. അത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും നമ്മളെ ആകർഷിച്ച ഒരു ഘടകം ഈ സിനിമ കാണാനായിട്ട്. പിന്നെ നമുക്ക് ആക്ടിങ്ങിൻ്റെ അവിടെ നിവിൻ പോളി വരുന്നുണ്ട്, ലിജോ മോൾ ജോസ് വരുന്നുണ്ട്, സംഗീത് പ്രതാപ് വരുന്നുണ്ട്. പുള്ളി നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഒറ്റ പടത്തിൽ. ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അതിഥി രവി, ശ്രീജിത്ത് രവി, പിന്നെ എന്തോന്ന് നമ്മുടെ പുള്ളിക്കാരൻ്റെ മോൻ ഇവിടെ മാർക്കോലെ വില്ലൻ ഉണ്ടല്ലോ ഇവിടെ, ഗ്യാസ് ഊറ്റി. അയ്യോ പുള്ളിയുടെ പേരെന്തിനായിരുന്നു ഇവിടെ, ഈ തിലകൻ്റെ കൊച്ചുമോൻ അഭിമന്യു ഷമ്മി തിലകൻ. യെസ്, അഭിമന്യു ഷമ്മി തിലകനുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പടത്തിൽ. പ്രൊഡ്യൂസ്ഡ് ബൈ ലിസ്റ്റൻ സ്റ്റീഫൻ ആണ്. കമ്പോസർ ജേക്സ് ബിജോയ് എന്ന് എഴുതിക്കണം, പക്ഷേ അല്ല, സാം സിയസ് ആണ്. ഇത് പോട്ട തെറ്റാണ് കേട്ടോ. അപ്പം IMDb. ഫൈസ് സിദ്ദീഖ് ആണ് സിനിമാറ്റോഗ്രഫി. എഡിറ്റർ സിജിത്ത് കുമാരൻ. മെൽവിൻ ജെ കോസ്റ്റ്യൂം. റഷീദ് അഹമ്മദ് മേക്കപ്പ്, അങ്ങനെയൊക്കെ. പിന്നെ ഫാസൽ ബി ബേക്കറാണ് റീ റെക്കോർഡിങ് മിക്സിംഗ് ഒക്കെ വരുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ പരിപാടിയാണ്. ഒരു കൊച്ചു മിസ്സിംഗ് ആവുന്നു, ഒരു ബേബി ഗേൾ മിസ്സിംഗ് ആവുന്നു, ആൻഡ് അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതും അതൊക്കെയാണ് സിനിമ. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഒരു പക്ക ഫാമിലി പടം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതായത് ഇപ്പോഴത്തേക്ക് ഒരു കാലഘട്ടവും അതിൻ്റെ ഒരു പ്രശ്നങ്ങളും യൂത്തിൻ്റെയൊക്കെ അത് ഞാൻ ഓപ്പൺലി പറയുന്നില്ല, കാണുക. ഒരു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒരു ത്രില്ലർ, ഒരു ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ദിവസം നടക്കുന്നൊരു കാര്യമാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു മെയിൻ പരിപാടിയിലോട്ടങ്ങ് കയറുകയാണ്. അല്ലാതെ മറ്റേ കറക്കി തിരിക്കൽ പരിപാടിയൊന്നുമില്ല. ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷിങ്ങോ അങ്ങനെയൊന്നുമില്ല. സ്ട്രെയിറ്റ് അവേ ടു ദ പോയിൻ്റാണ് ഈ പടം. ഒരു ചുമ്മാ ഇങ്ങനെ നമുക്ക് ടൈം പാസ്സായിട്ടിരുന്ന് കാണാം. കുറച്ച് നല്ല മെസ്സേജസൊക്കെ ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, സംഗീത് പ്രതാപ് വാസ് ഡൺ എ വെരി നൈസ് ജോബ്. നിവിൻ പോളി ഇസ് ദെയർ. നിവിൻ പോളി ഉണ്ട് പടത്തിൽ. ഇതൊരു നിവിൻ പോളി പടം എന്നൊന്നും പറയാനൊന്നുമില്ല. ഹീസ് ദെയർ ടു സപ്പോർട്ട് ദ കാസ്റ്റ് ആൻഡ് ക്രൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു അത്യാവശ്യം പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഈ പടത്തിൽ. അതിൽ നിവിൻ പോളിയും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോലീസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പറയണവർ കാണുമായിരിക്കും. ബട്ട് അതിൻ്റെയൊക്കെ ഒരു പരിപാടി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയിപ്പോയി. ഒരുപാട് വലിച്ച് നീട്ടിയത് പോലെ ഫീൽ ചെയ്ത്. 2.25 മണിക്കൂർ പടമത്തുള്ളൂ. പക്ഷേ ആ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിയത് നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് സിനിമ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് നീങ്ങുന്നില്ല. മനസ്സിലായില്ല? അങ്ങോട്ട് എന്താ സംഭവം എന്നുള്ളതിലോട്ട് അങ്ങോട്ട് പോകുന്നില്ല. മനസ്സിലായി? ഇങ്ങനെ കറങ്ങി അവിടെ നിന്ന് പോയി മനസ്സിലായി? അങ്ങനത്തെ കുറേ പരിപാടി. പിന്നെ നോൺ ലീനിയർ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് പോലെയൊക്കെയാണ് അവർ പിടിച്ചേക്കുന്നത്. അത് കുറച്ചും കൂടെ നോൺ ലീനിയർ ആണെന്ന് നേരെ അവിടെ കാണിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അതായത് നിന്ന നിപ്പിൽ മറ്റേ ഒരു സിറ്റുവേഷൻ കാണിക്കുമ്പോൾ ആ സിറ്റുവേഷൻ അത് ഞാൻ പറയാം, അത് മനസ്സിലാക്കിക്കോണം. അല്ലാതെ സ്പൂൺ ഫീഡിങ് പരിപാടിയില്ല. മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര വളരെ ഓർഗാനിക്, ഒരു ടെലി ഫിലിമൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുക. അതൊരു ഭയങ്കര മേക്കിങ്ങോ ക്യാമറ വർക്കോ പരിപാടിയൊന്നുമില്ല. വളരെ നമ്മൾ പണ്ട് കാലത്തൊക്കെ കാണുന്നൊരു സിനിമ ഉണ്ടല്ലോ, അതുപോലെ ഫീൽ ചെയ്യുന്നൊരു പടം. ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തതായിരിക്കാം. ദാറ്റ് ഈസ് ഓൾ ഡയറക്ടേഴ്സ് കോൾ. ബട്ട് ഒരു പടം ചുമ്മാ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടം. നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സിനിമ, നല്ല പെർഫോമൻസസും. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് മൈൻഡ് ബ്ലോയിങ് പരിപാടി, അങ്ങനെയൊന്നുമല്ല. ഭയങ്കര മറ്റേ സീറ്റ് എഡ്ജ് ത്രില്ലർ, അതല്ല. ഇതൊരു ത്രില്ലർ, ഒരു സിമ്പിൾ ത്രില്ലർ പടം. ക്ലൈമാക്സ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങാം. അങ്ങനെ സിനിമയായിട്ടാണ് എനിക്ക് ബേബി ഗേൾ ഫീൽ ചെയ്തത്. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഡെഫിനറ്റ്ലി താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഗൈസ്, ബൈ.